ഏപ്രിൽ മാസമാണ് കോളോറെക്ടൽ മന്തായിട്ട് നമ്മൾ ആചരിക്കുന്നത്. മലാശയത്തിലും നമ്മളുടെ വൻകുടലിലും വരുന്ന ക്യാൻസറാണ് കോളോറെക്ടൽ ക്യാൻസർ. ഇപ്പോൾ വളരെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് കോളോറെക്ടൽ ക്യാൻസർ. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഇത് വരുന്നുണ്ട്. മുമ്പൊക്കെ മലാശയ ക്യാൻസറും അതുപോലെ തന്നെ കുടലിലെ ക്യാൻസറും ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് മുന്നേ കണ്ടിരുന്നതെങ്കിൽ ഇപ്പം നേരെ തിരിച്ച് അത് വളരെ ചെറുപ്പക്കാരിലും കണ്ടു തുടങ്ങി. നമ്മളുടെ ആഹാര രീതിയിലുള്ള വ്യത്യാസം, റെഡ് മീറ്റ് അല്ലെങ്കിൽ ബീഫ് അതുപോലെയുള്ളതിൻ്റെ അമിതമായ ഉപയോഗം, അതുമാതിരി വീണ്ടും വീണ്ടും വറുത്തെടുത്ത ആഹാരം കഴിക്കുന്നതിൻ്റെ ഉള്ള കാര്യങ്ങൾ, എക്സർസൈസ് തീരെ ഇല്ലായ്മ, അതുമാതിരി ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡ്സ്, ഇതെല്ലാം സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത്. അത് കാരണം കോളോറെക്ടൽ ക്യാൻസറിൻ്റെ തോത് മുമ്പത്തെക്കാളും ചെറുപ്പക്കാരിൽ കണ്ടമാനം വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശോധനയിലുള്ള വ്യത്യാസം, മലത്തിൽ കൂടെ ബ്ലഡ് പോവുക, വീണ്ടും വീണ്ടും ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇതിലേതെങ്കിലും ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഒരു സർജനെ അല്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവരതിൻ്റെ ചെറിയ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കും. പ്രധാനമായിട്ട് നമ്മളൊരു ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ വിരൽ വെച്ചിട്ട് മലാശയം നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൽ ഡൗട്ടുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. അത് മലാശയത്തിൽ കൂടെ ഇത് ഒരു കൊളോണോസ്കോപ്പ് കയറ്റി നമ്മൾ കുടൽ മുഴുവൻ നമുക്കത് കാണാനുള്ള ഒരു ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. അതിന്ന് ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ആണെങ്കിൽ അതിനുള്ള ചികിത്സയുണ്ട്. ഇപ്പം അതിന് പ്രധാനമായിട്ട് 3 ചികിത്സയാണ് ഉള്ളത്. ഒന്ന് ഓപ്പറേഷൻ, സർജറി എന്ന് പറഞ്ഞാൽ അസുഖം വന്ന ഭാഗം മാറ്റി കളയുക. അത് കഴിഞ്ഞിട്ട് പല പേഷ്യൻസ് മലാശയ ക്യാൻസറിന് റേഡിയേഷൻ കൂടെ വേണ്ടി വരും. മിക്കവാറും പേഷ്യൻസിന് കീമോതെറാപ്പി വേണ്ടി വരും. പക്ഷേ ഈ 3 ചികിത്സയും കൂടെ കമ്പൈൻ ചെയ്തുള്ള ഒരു സ്ഥലത്ത് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇത് 100% ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരു ക്യാൻസറിനെ കുറിച്ച് അവെയറായിരിക്കണം. ബോധവത്കരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ സിംറ്റം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മടിച്ചു നിൽക്കാതെ ഒരു ഡോക്ടറെ കണ്ട് ഇതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് 100% ഭേദമാക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് മലാശയ ക്യാൻസർ. അപ്പോൾ ഏപ്രിൽ മാസം ഈ കോളോറെക്ടൽ ക്യാൻസറിൻ്റെ ഒരു മന്തായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ 100% ഭേദമാക്കാൻ പറ്റും.